കോട്ടയത്ത് ഇരട്ടക്കൊലപാതകം നടന്ന വീട്ടിലെ CCTV ഹാർഡ് ഡിസ്ക് കാണാനില്ല. തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നതായി പോലീസ്. അമ്മിക്കല്ല് ഉപയോഗിച്ച് വാതിലിൽ ഇടിച്ചതായി ലക്ഷണം. ആഭരണങ്ങൾ മോഷണം പോയിട്ടില്ലെന്നും പോലീസ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ, ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണല്ലോ. ഇപ്പോൾ ഈ ആസാം സ്വദേശി പിടിയിലായിട്ടുണ്ട് എന്ന സൂചനകളും ലഭിക്കുന്നു. ഈ CCTV ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ ഈ പ്രതിയെ അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതെ ബെനിൽ, നിലവിൽ പോലീസ് പരിശോധന നടത്തിയതിൽ നിന്നാണ് വീടിനുള്ളിലെ CCTV ഹാർഡ് ഡിസ്ക് കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിയിട്ടുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വീടിനെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം ഈ കുറ്റകൃത്യം നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. അതായത് പോലീസ് പറയുന്ന വിവരം അനുസരിച്ച് ഈ പ്രധാന വാതിലിലൂടെ തന്നെയാണ്, മുൻവശത്തെ വാതിലിലൂടെ തന്നെയാണ് പ്രതി അകത്തേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഈ വാതിൽ പൂട്ടിയിട്ടിരുന്നില്ല, തുറന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. പക്ഷേ പൂട്ട് പൊളിക്കാനോ വാതിൽ തകർക്കാനോ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ വാതിലിന് താഴെയായിട്ടൊരു അമ്മിക്കല്ല് കിടപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുപയോഗിച്ച് തകർത്ത് അകത്ത് കയറാനായിരിക്കാം ഉദ്ദേശം. പക്ഷേ വാതിൽ പൂട്ട് പൊളിച്ചതിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ ചവിട്ടി തുറന്നതിൻ്റെ ആയിട്ടോ ഉള്ള ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ പൂട്ട് തുറന്ന് വാതിൽ തുറന്ന് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അകത്തുനിന്നും ഈ വ്യക്തി തന്നെ, മരണപ്പെട്ട ആൾ തന്നെ വന്ന് ഒരുപക്ഷെ ഡോറ് തുറന്നു കൊടുത്തതാവാം എന്നുള്ളൊരു സംശയം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ ഇവിടെ അകത്ത് കയറി ആ പരിശോധനകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധികളടക്കം നമ്മളോട് പങ്കുവച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് ഈ നായ, അത് പുറത്തുനിന്ന് ആര് വന്നിരുന്നാലും കുരയ്ക്കുന്നതാണ് നായ. പക്ഷേ ആ നായ ഇന്നലെ രാത്രി ആ സമയത്തൊന്നും കുരച്ചിരുന്നില്ല. നായ ഇപ്പോഴും അവശ നിലയിൽ കിടക്കുകയാണെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ നായ ഒരുപക്ഷെ എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ നൽകി മയക്കി കിടത്തിയതാണോ എന്നുള്ള രീതിയിലുള്ള സംശയവും ജനിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ പറയുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംശയമെന്ന് പറയുന്നത് ഈ വീടിനെയും ഈ വീട്ടുകാരെയും പറ്റി നന്നായി അറിയാവുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ഈ കൃത്യം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്ന ആ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ മകൻ 2018 7 വർഷം മുൻപെയാണ് മരിച്ചിരുന്നത്. അതായത് ഇവിടെ റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആ മകൻ്റെ മരണം ഒരു ആത്മഹത്യ എന്നുള്ളൊരു അനുമാനമാണ് പോലീസിനുള്ളത്. പക്ഷേ വീട്ടുകാർ അത് കഴിഞ്ഞ ദിവസം വരെയും അത് കൊലപാതകം തന്നെയാണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. CBI അടക്കം ആ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം വീട്ടുകാർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് വിശദമായിട്ട് ഈ വിഷയത്തിൽ എന്തായാലും ഇനി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ അകത്ത് കയറി കണ്ട ആ അന്വേഷണങ്ങളിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധി, മുൻപത്തെ വാർഡ് കൗൺസിലർ നമ്മളോട് ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വികൃതമാക്കപ്പെട്ട രീതിയിലായിരുന്നു 2 മൃതദേഹങ്ങളും ഉണ്ടായിരുന്നത്. കയറി വരുന്ന ആ വാതിലിനടി സമീപത്ത് തന്നെയാണ് ഈ ഗൃഹനാഥൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. മീര എന്ന് പറയുന്ന അവരുടെ ഭാര്യയുടെ മൃതദേഹം അകത്തെ മുറിയിൽ കട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, ബെഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്ത്രീയുടെ മൃതദേഹം വിവസ്ത്രമാക്കപ്പെട്ട രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും ആ കൗൺസിലർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖത്തടക്കം വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. ഒരു വലിയ കോടാലി തന്നെയാണ് ഈ വീടിന് സമീപത്തു നിന്നും കണ്ടെത്തുകയുണ്ടായത്. അത് ഉപയോഗിച്ചായിരിക്കും ഒരുപക്ഷെ ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു അനുമാനം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഉണ്ട്. ഒപ്പം ഈ അമ്മിക്കല്ലിൻ്റെ അതും ആ ഒരു കഷ്ണവും, കല്ലിൻ്റെ കഷ്ണവും വാതിലിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അടിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും അകത്ത് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡും മറ്റ് വിരലടയാള വിദഗ്ധരും അടക്കം അവിടെ എത്തി പരിശോധനകളൊക്കെ നടത്തുകയാണ്. ഒപ്പം ഈ ഹാർഡ് ഡിസ്ക് മോഷണം പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതായിട്ട് ലഭിക്കുന്ന ഒരു വിവരം. അതുകൊണ്ട് തന്നെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള CCTVകളുടെ ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുകയാണ്. ഒരുപക്ഷെ ഈ വീടിനോട് ചുറ്റുപാടുമുള്ള മറ്റ് വീടുകളുടെയും സ്ഥാപനങ്ങൾ, കടകളുമൊക്കെ ഉണ്ട്, അവിടെയൊക്കെയുള്ള CCTVകളൊക്കെ പരിശോധിക്കുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോ ഒക്കെ ആരെങ്കിലും ഇത്തരത്തിൽ അവിടേക്ക് കയറി പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ദൃശ്യങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ ആ രീതി അതൊരു വലിയ തെളിവായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രദേശവാസികളും ജനപ്രതിനിധികളും പറയുന്നതനുസരിച്ച് ഈ വീട്ടുകാർ പുറമേ അങ്ങനെ മറ്റ് ആളുകളോടൊന്നും വലിയ സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ലാത്ത ആൾക്കാരാണ്. അവരങ്ങനെ വീടിനുള്ളിൽ തന്നെയാണ്, ദമ്പതികൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മകൾ ഇപ്പോൾ വിദേശത്താണ്. മകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ബാക്കി അവരുടെ മറ്റ് ബന്ധുക്കളിൽ ചിലരൊക്കെ
വീട്ടിൽ ഇതിനോടനുബന്ധിച്ച് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ കൂടി പൂർത്തീകരിച്ചാൽ ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മാറ്റുകയും ചെയ്യുന്നുണ്ടാവും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൂടുതൽ ഏതെങ്കിലും രീതിയിലുള്ള മരണകാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അകത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അടക്കമുള്ള ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ എത്തി വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരോട് ചർച്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ നാടിനെ നടക്കുന്ന രീതിയിലുള്ള ഒരു വലിയ കൊലപാതകം തന്നെയാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. വീട്ടിലേക്ക് എത്തിയ ജോലിക്കാരിയാണ് ഈ വിവരം ആദ്യമായിട്ട് കാണുകയുണ്ടായത്. ജോലിക്കാരി വാതിൽ തുറന്നപ്പോഴാണ് ഇത്തരത്തിൽ സംഭവം കാണുന്നത്. അതിനുശേഷം ഇവിടെ ഒരു തോട്ടക്കാരനുണ്ടായിരുന്നു, അയാളെ വിവരം അറിയിച്ചു. അയാളും കൂടി ചേർന്നിട്ടാണ് പുറത്ത് മറ്റ് നാട്ടുകാരോട് ഈ വിവരം അറിയിക്കുകയുണ്ടായത്. തുടർന്നാണ് പോലീസ് അടക്കമുള്ള ആളുകളെ വിവരം അറിയിച്ചുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ ഈ രീതിയിൽ വരെ അല്ലെങ്കിൽ ഈ നിലയിൽ വരെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളി കസ്റ്റഡിയിൽ തന്നെയാണ്. അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അയാൾ തന്നെയാണോ ഇതിന് ഉത്തരവാദി എന്നുള്ള കാര്യങ്ങളിലാണ് ഇനി സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. SP അല്പസമയത്തിനകം തന്നെ ആ വീടിന് പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾ, വ്യക്തതകൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് ലഭ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്. ഷാഹുൽ ഹമീദ്, കോട്ടയം SP പുറത്തേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിലെ CCTV ഹാർഡ് ഡിസ്ക് കാണുന്നില്ല. ടാമ്പർ ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയം ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, ഈ വീട്ടിൽ മുൻപ് ജോലിക്ക് നിന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി കസ്റ്റഡിയിലാണ് എന്ന സൂചനകൾ ലഭിക്കുകയാണ്. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.